അസദ് ഭരണം അട്ടിമറിക്കപ്പെട്ട് മൂന്നാം മാസം സിറിയ വീണ്ടും കൊലക്കളമാകുന്നു. അലവി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ കൂട്ടക്കൊലകളിൽ 72 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 1300ഓളം പേരാണ്. അസദ് അനുകൂലികളുടെ വിമത നീക്കത്തെ തുടർന്നുണ്ടായ പ്രതികാര കൊലകൾക്ക് ഇരയായത് 800-ലധികം സാധാരണക്കാരാണ്. അലവികളെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സിറിയയുടെ പുതിയ ഭരണാധികാരി അഹമ്മദ് ഷാര പറഞ്ഞു. ബഷാർ അൽ അസദിന് കീഴിൽ നേരിട്ട അതിക്രമങ്ങളിൽ നിന്ന് വിമോചനം പ്രഖ്യാപിച്ചാണ് 2024 ഡിസംബറിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം സിറിയയിൽ ഭരണം അട്ടിമറിച്ചത്. ആഭ്യന്തര യുദ്ധത്തിനു ശേഷമുള്ള 13 വർഷക്കാലം അസദ് ഭരണകൂടം നടത്തിയ കൂട്ടക്കൊലകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മേൽനോട്ടം വഹിച്ചവരിൽ ഭൂരിഭാഗവും അസദിന്റെ അലവി വിഭാഗത്തിൽപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടുതന്നെ വിമത അട്ടിമറി രാജ്യത്തെ ഷിയ അലവി ഇതര ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. എന്നാൽ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നുമാണ് താത്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ വിമത നേതാവ് അൽ ഷര പ്രഖ്യാപിച്ചത്. വെറും 3 മാസം മാത്രമാണ് ഈ വാഗ്ദാനത്തിന് ആയുസ്സുണ്ടായത്. മാർച്ച് 6-ന് അസദിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ലറ്റാക്കിയ, ടാർട്ടസ് എന്നീ തീരദേശ പ്രവിശ്യകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വിമത നീക്കം ആയിരക്കണക്കിന് പേരുടെ കൂട്ടക്കൊലയിലാണ് കലാശിച്ചത്. അതുണ്ടായത് വെറും 72 മണിക്കൂറിലും. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ യുദ്ധനിരീക്ഷണ ഏജൻസി ഞായറാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അലവി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 830 ആളുകളാണ് സിറിയയിൽ കൊല്ലപ്പെട്ടത്. സിറിയൻ സർക്കാരിനെതിരെ കലാപ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അസദ് സൈന്യത്തിലെ മുൻ ബ്രിഗേഡിയർ ജനറൽ ഗിയാദ് ദല്ല സൈനിക കൗൺസിൽ രൂപീകരിച്ചത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 231 സിറിയൻ സുരക്ഷാ സേനാംഗങ്ങളും 250 അലവി സായുധ സംഘാംഗങ്ങളും കൊല്ലപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടവരെ കൂട്ടമായി മറവു ചെയ്യുന്നതിന്റെയും സ്ത്രീകളും കുട്ടികളും അടക്കം വേട്ടയാടപ്പെടുന്നതിന്റെയും സാക്ഷിമൊഴികളാണ് ഇന്ന് സിറിയയിൽ നിന്ന് പുറത്തുവരുന്നത്. തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. സായുധ സംഘങ്ങൾ വീടുകൾ കൊള്ളയടിക്കുന്നു. പ്രതികാര നടപടികൾ ഭയന്ന് മേഖലയിലെ ന്യൂനപക്ഷ ഷിയ വിഭാഗങ്ങൾ ലെബനനിലും ലറ്റാക്കിയിലെ ഹുമൈമിലെ റഷ്യൻ സൈനിക താവളത്തിലും അഭയം തേടുന്നു. അതേസമയം വീണ്ടും ഐക്യപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷര അതിക്രമങ്ങളോട് പ്രതികരിക്കുന്നത്. കൂട്ടക്കൊല നടത്തിയവരെ വിചാരണ ചെയ്യുമെന്ന് ഷര പറയുന്നു. എന്നാൽ വിമത സഖ്യത്തിൽ HTSന് നിയന്ത്രണമില്ലാത്ത തീവ്ര ഇസ്ലാമിക വിദേശ വിഭാഗങ്ങൾ ഉള്ളിടത്തോളം കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രതികാര കൊലകൾ ആവർത്തിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ വിമത സഖ്യത്തിൽ HTSന് നിയന്ത്രണമില്ലാത്ത തീവ്ര ഇസ്ലാമിക വിദേശ വിഭാഗങ്ങൾ ഉള്ളിടത്തോളം കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രതികാര കൊലകൾ ആവർത്തിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭരണ അട്ടിമറിക്കു പിന്നാലെ അലവി വിഭാഗത്തിൽപ്പെട്ടവരെ പോലീസ്, സൈനിക, സർക്കാർ വിഭാഗങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ട നീക്കം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അതൃപ്തി വളർത്തിയിട്ടുണ്ട്. ജനസംഖ്യയുടെ 90% ദരിദ്രരായി അവശേഷിക്കുന്ന സാമൂഹിക സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ സിറിയ കലാപങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി തുടരുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.